ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു 9 മന്തിലെ ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ 9 മന്തും 2 വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 1 വീക്ക് കഴിഞ്ഞ് വെച്ച് നമുക്ക് ചെക്കപ്പിന് പോകണം കേട്ടോ. അപ്പോൾ അതിൽ സ്റ്റിച്ചിൻ്റെ അറിഞ്ഞിട്ട് നമുക്ക് C-സെക്ഷൻ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നായിട്ടൊരു വീഡിയോ എടുക്കാൻ വെച്ചു. അപ്പോൾ അതാ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് ഉമ്മ. അപ്പോൾ അതിനുള്ള മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഉള്ളിയൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ റംഷിക്ക് ഓട്സും മുട്ടയൊക്കെ കേട്ടോ. പിന്നെ അതാ ചോറ് വെക്കുന്നുണ്ട്. കുട്ടീസ് രണ്ടും ഒരാൾ ഫോണിൽ ഒരാൾ കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ രണ്ടാളും തല്ലുവിടാണ്ട് കളിക്കണതാണ്. പക്ഷേ ഹാനി ഇന്ന് ഭയങ്കര വെറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുട്ടീസിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ കഴിച്ചു. പിന്നെ റംഷിയുടെ ഫ്രണ്ടിന് പഴം നിറച്ചത് വേണം പറഞ്ഞിട്ട് നമ്മൾ അത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആദ്യം നെയ്യിലൊന്ന് വറുത്തെടുത്തു. പിന്നെ അതാ പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതൊന്ന് 3 സൈഡൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് ഈ ഫില്ലിങ്സൊക്കെ അതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ പൊരിച്ചെടുക്കാൻ വെച്ചു. അപ്പോൾ അതിന് മുന്നായിട്ട് മൈദമാവ് വെച്ചിട്ട് ഈ പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ട് ഫില്ലിങ്സിലൊക്കെ ആ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്തു കേട്ടോ. അത് പിന്നെ ഇതാ ഷേക്കമ്മോൾ ഭയങ്കര വാശി കേട്ടോ. കാരണം ഇതിൻ്റെ പണി നമ്മളൊരു 10 മണിക്കൊക്കെ തുടങ്ങിയിട്ട് 12 മണിയാവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഹാനിയൊക്കെ കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അത് ആ തുണികൾ കണ്ടോ, ഞാൻ മെയിൽ കഴുകി കൊടുക്കാൻ വെച്ചിട്ട് കേട്ടോ. രണ്ടാൾക്കും നല്ല ചുമ ഉണ്ട്. അപ്പോൾ തല കഴുകണ്ട വിചാരിച്ചു. അപ്പോൾ അത് മേലൊക്കെ കഴുകി കൊണ്ടുവന്നു ഞാനും കഴിച്ചൊക്കെ വിചാരിച്ചിട്ട്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു 10 മണിക്കൊക്കെ തുടങ്ങിയ പണി കഴിയാൻ നല്ല പണിയെടുത്തു കേട്ടോ. പിന്നെ അതാ ഉമ്മ നല്ല അടിപൊളി ചെമ്മീൻ കറിയും നെത്തൽ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കോസ് ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് നന്നായി ഒന്ന് മയങ്ങിയൊക്കെ എണീറ്റ ശേഷം റംഷിയും ഷെയ്ഖമ്മോളും കൂടിയിട്ട് നമ്മളുടെ പഴം നിറച്ചത് അവർക്ക് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതാ ഷെയ്ഖം നല്ല ഹാപ്പി ആയിരുന്നു. ഹാനി പിന്നെ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ റംഷി ഷെയ്ഖും പോയി വരുമ്പോഴേക്കും ഹാനി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹാനിമോളും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. നമുക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനായിട്ട് പോയി വെച്ചിട്ട്. അപ്പോൾ ഹാനി ഈ ചെരുപ്പ് വേണ്ട ആ ചെരുപ്പ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് 2-3 ഫോട്ടോ എങ്കിലും എടുക്കാവുന്നതൊക്കെ ആയിട്ട് പോയി. പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആണുങ്ങൾ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഈ പോയിൻ്റ് അടുത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആരും ഉണ്ടാവില്ല പറഞ്ഞിട്ടുള്ളതിൽ വന്നാൽ കേട്ടോ. അപ്പോൾ ഷെയ്ഖമ്മോൾ ഇറങ്ങി ഓടണം പറയട്ടെ. അപ്പോൾ റംഷിയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാൻ പോയത്. അപ്പോൾ ഹാനി ഇന്നെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതാ അതിൻ്റെ മുകളിലൊരു കല്ലൊക്കെ അവിടെ ഒരു കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതിന് ലവ്ലി എന്നാട്ടോ പറയുക, ഐ ലവ് യു എന്ന് എന്തൊക്കെയോ പറയണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോവാ വെച്ചു. കാരണം നമ്മൾ സ്കൂട്ടിയിലായതുകൊണ്ട് ഒരുപാട് റിസ്ക് എടുക്കണ്ടല്ലോ. പെട്ടെന്ന് മഴ പെയ്താൽ പേടും. പിന്നെ രണ്ടാൾക്കും അത്യാവശ്യം ചുമ ഉണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള സാധനം എടുക്കാറുണ്ട് കേട്ടോ മെയിനായിട്ട് ഇറങ്ങി. അപ്പോൾ കുട്ടീസിനെ കൂട്ടാണ്ട് വരാൻ വെച്ചാൽ രണ്ടാളും നമ്മൾ വരുന്ന നേരമായപ്പോഴായിരുന്നു എണീറ്റുണ്ടായിരുന്നു. ഷെയ്ഖ് പിന്നെ നേരത്തെ എണീറ്റു. അപ്പോൾ ഒരാളിനെയും കൊണ്ട് പോകാമെന്നെങ്കിലും വിചാരിച്ച് രണ്ടാളും എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ഞാൻ റംഷിയോടെ എന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക വിചാരിച്ചു കേട്ടോ. ഇതൊക്കെ മെമ്മറീസ് അല്ലേ പിന്നീട് കാണാൻ. അപ്പോൾ ഈ പോണ വഴിയിൽ മയിലുകളും പശുക്കളും ആടുകളും നായ്ക്കളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല മഴക്കാറുള്ളതുകൊണ്ട്. പിന്നെ അത് ആ മായന്നൂർ പാലത്തിൻ്റെ അതേനെ കേട്ടോ ആ പുഴയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് റോയൽ സിൽക്സിലേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്കും ബേബിക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വെച്ചു. അപ്പോൾ താഴെ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടീസ് അവിടെ കളിക്കാനാക്കിയിട്ട് റംഷി എന്നെ എസ്കലേറ്ററിൽ മുകളിലേക്ക് ആക്കി തന്നത്. കാരണം എനിക്ക് അതിൽ ഒറ്റയ്ക്ക് വരാൻ പേടി കേട്ടോ. അപ്പോൾ അത് ആദ്യം ബേബിക്കുള്ളത് നോക്കാൻ വെച്ചു. അപ്പോൾ കയ്യിലിടാനുള്ള സോക്സ്, ക്യാപ്പ്, ഷൂ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. എന്നിട്ട് അവിടെ ബില്ല് പേ ചെയ്തിട്ട് ഒരു കാർഡ് തന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ മുകളിൽ പോയിട്ട് എനിക്കുള്ള സാധനങ്ങൾ എടുക്കായിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ താഴെ ജീപ്പിലൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാളും 2 പ്രാവശ്യം ഇരുന്നിട്ട് 400 രൂപയായി. ഇപ്പോൾ റംഷി വേഗം കുട്ടീസിനെയും കൊണ്ട് മുകളിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഷെയ്ഖമ്മോൾ ഡ്രസ്സൊക്കെ കണ്ടിട്ട് വലിച്ചിടാൻ നിൽക്കണം. അപ്പോൾ റംഷി ഒരു മിടുക്കൽ കൊടുത്തപ്പോൾ അതിൽ കാര്യം കേട്ടോ. പിന്നെ ഇതാ രണ്ടാൾക്കും ഓരോ ബാലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പോൾ രണ്ടാളും ഒന്ന് ഹാപ്പിയായി. പിന്നെ നമ്മൾ ഒരുപാടൊന്നും അവിടെ നിന്നില്ല. കാരണം ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം വന്നിട്ട്. കാരണം ഇവർ രണ്ടാളിനെയും കൊണ്ടുപോയി ഒന്നും നടക്കില്ല. റോയൽ സിൽക്സിൽ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബില്ല് ഞാൻ നോക്കി കേട്ടോ. ബില്ല് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബേബിക്കുള്ള ടവലും ടർക്കിയും
അങ്ങനെ കുറേ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ളതും അങ്ങനെയൊക്കെ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ സെറ്റായിട്ടുള്ളതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കഴുകിയിടണം കേട്ടോ. അപ്പോൾ അതും ചെയ്തിട്ടില്ല. പിന്നെ ഇനി നമുക്ക് ബക്കറ്റ്, ബേബി ബാസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ച്. പിന്നെ ബേബിക്കുള്ള കെട്ടിന് ഉടുപ്പും അതിന് 2 മേടിച്ചുള്ളൂ കേട്ടോ. പിന്നെ ബട്ടറുള്ള ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിക്ക് ഇങ്ങനെ കെട്ടാനുള്ള തുണി, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലിയ മീറ്ററായിട്ട് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബ്ലാങ്കറ്റിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. 700 രൂപയുടെ ബ്ലാങ്കറ്റ് 348 രൂപ അങ്ങനെ എന്തുള്ളൂ. അപ്പോൾ അതൊന്നും എടുത്തു കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് നല്ല സോഫ്റ്റുള്ളതാകുമ്പോൾ നല്ലതല്ലേ പറഞ്ഞിട്ട്. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. രാത്രി പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. വീട്ടിൽ ചോറും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിൽ വന്നപ്പോൾ ഹാനിയും ഷെയ്ഖയും തമ്മിലുള്ള സ്നേഹപ്രകടനം കേട്ടോ കാണുന്നത്. ആളെ എടുക്കലും പിടിക്കലൊക്കെയാണ്. ഇടയ്ക്ക് ഭയങ്കര കെയറിങ്ങാണ്. ഇടയ്ക്ക് കാട്ടുന്ന കണ്ടാൽ തന്നെ ആകെ ഇടങ്ങാറ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ 9 മന്ത് ഏപ്രിൽ 19 സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അധിക ദിവസമൊന്നുമില്ല. ഇപ്പം തന്നെ സ്റ്റിച്ചിൻ്റെ അവിടെ ഭയങ്കര കടച്ചിലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ബാഗൊക്കെ വേഗം ഒന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് കഴുകിയിടണം. പിന്നെ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്.